ഇന്ത്യയിലെ പ്രമുഖ ദേശീയ ചാനലായ ടൈംസ് നൗ അവരുടെ ഏറ്റവും പുതിയ സർവേ ഫലം ഇന്നലെ പുറത്തുവിട്ടിരുന്നു. ടൈംസ് നൗവും ETG റിസർച്ച് സർവേയും കൂടെ ചേർന്നാണ് ഈ ഒരു സർവേ നടത്തിയത്. ഒരു മാസം മുമ്പ് ഇതേ ചാനലും ഇതേ സർവേ ടീമും സർവേ നടത്തിയിരുന്നു. അന്ന് BJP നേതൃത്വം നൽകുന്ന NDAക്ക് പറഞ്ഞിരുന്ന സീറ്റുകൾ 336 ഒരു മാസം പിന്നിടുമ്പോൾ, കൃത്യമായി ഒരു മാസം പിന്നിടുമ്പോൾ നമ്മളുടെ രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ രാഷ്ട്രീയ കാലാവസ്ഥ എങ്ങനെ, ട്രെൻഡുകൾ എങ്ങനെ എന്നുള്ള വ്യക്തമായ ഒരു വിശകലനത്തോടു കൂടി തന്നെയാണ് ഇന്നലെ ടൈംസ് നൗ ഈ സർവേ ഫലം പുറത്തുവിട്ടത്. ആ സർവേ ഫലം അനുസരിച്ച് കാര്യങ്ങൾ മാറി മറിയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും. നരേന്ദ്രമോദിയുടെ വലിയ സ്വപ്നമായി 400 കടക്കുമോ എന്നുള്ള ഒരു വലിയ ചോദ്യം തന്നെ ഉയർത്തിക്കൊണ്ടാണ് ഈ സർവേ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. ഏതായാലും നമുക്ക് ആ സർവേ റിപ്പോർട്ടിലേക്ക് തന്നെ പോകാം. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നാൽ BJPക്ക് 358 മുതൽ 398 സീറ്റ് വരെ ലഭിച്ചേക്കാം എന്നാണ് ഈ സർവേ പറയുന്നത്. മുൻപ്, അതായത് ഒരു മാസം മുമ്പ് ഈ സർവേ പറഞ്ഞത് 336 സീറ്റേ ലഭിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷേ ഒരു മാസത്തിനകം മാറിയ ട്രെൻഡ് വലിയ രീതിയിലുള്ള ട്വിസ്റ്റാണ് സംഭവിച്ചിരിക്കുന്നത്. BJPക്ക് 358 to 398. ഈ INDA മുന്നണിക്ക്, പ്രതിപക്ഷത്തിൻ്റെ മുന്നണിക്ക് 110 മുതൽ 130 സീറ്റ് വരെ ലഭിക്കും. ഇത് നേരത്തെ 160 to 170 പറഞ്ഞിരുന്നിടത്താണ് ഇപ്പോൾ 110, 130 താഴ്ന്നിരിക്കുന്നു. YSR കോൺഗ്രസ് 21 to 22 സീറ്റ് നേടും എന്ന് പറഞ്ഞിരിക്കുന്നു. മുൻ സർവേയുടെ അതേ ഫലം തന്നെയാണ്. ബിജു ജനതാദൾ 10 to 11, ആ സർവേ ഫലം തന്നെയാണ്. ഇപ്പോഴുള്ള സീറ്റിൻ്റെ നില തന്നെയാണ്. 10 to 11 സീറ്റ് നേടും. അതേഴ്സ്, മറ്റുള്ളവരുണ്ട്. അസുദ്ദീൻ ഒവൈസിയുടെ പാർട്ടിയുണ്ട്, BSP ഉണ്ട്, SP ഉണ്ട്. ഇവർക്ക് എല്ലാവർക്കും ചേർന്ന് 11 to 15 സീറ്റ് നേടും. അതായത് INDA മുന്നണിയിൽ പെടാത്ത ചില കക്ഷികളും സ്വതന്ത്രന്മാരെയൊക്കെ ചേർത്താണ് അതേഴ്സ് എന്ന് പറയുന്നത്. അവർക്ക് 11 to 15 സീറ്റ് നേടിയേക്കാം. ഇവിടെ ശ്രദ്ധേയപരമായ ഒരു കാര്യം, ഈ സർവേയിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം, കോൺഗ്രസ്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, രാഹുൽ ഗാന്ധി നേതൃത്വം നൽകുന്ന കോൺഗ്രസ്, ആ കോൺഗ്രസ് 28 to 48 സീറ്റിലേക്ക് കുപ്പുകുത്തും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഈ സർവേയിൽ പറയുന്നത്. അവർക്ക് കഴിഞ്ഞ തവണ ഉണ്ടായിരുന്ന സീറ്റ് പോലും നിലനിർത്താൻ കഴിയില്ല. 28 to 48 സീറ്റ് വരെ ലഭിച്ചേക്കാം എന്ന് പറയുന്നു. DMK, തമിഴ്നാട്ടിലെ DMK 24 to 28 സീറ്റിലേക്ക് ഒതുങ്ങുന്നു എന്നുള്ളതും ഒരു എടുത്തു പറയേണ്ട കാര്യമാണ്. ഏറ്റവും ശ്രദ്ധേയമായ കാര്യം ബംഗാളിലെ മമതാ ബാനർജിയുടെ നിലയാണ്. മമതാ ബാനർജിക്ക് ഇതുവരെ നടന്ന എല്ലാ സർവേകളിലും 22 സീറ്റാണ് പറഞ്ഞിരുന്നതെങ്കിൽ ഇപ്പോൾ ഏറ്റവും പുതിയ സർവേ പുറത്തു വരുമ്പോൾ മമതാ ബാനർജി 17 to 21 സീറ്റ് നേടിയേക്കാം എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ TVയുടെ ഒരു സർവേയിൽ പറഞ്ഞിരുന്നു അവിടെ BJP വലിയ മുന്നേറ്റം ഉണ്ടാക്കുമെന്ന്. അങ്ങനെയെങ്കിൽ ഈ സർവേ, അതായത് ടൈംസ് നൗവിൻ്റെ സർവേ അക്ഷരാർത്ഥത്തിൽ ശരിയെന്ന് നമുക്ക് പറയേണ്ടി വരും. 17 to 21 തൃണമൂൽ കോൺഗ്രസ്, മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് നേടുക. ഇവിടെ ശ്രദ്ധേയപരമായ മറ്റൊരു വലിയ കാര്യം എന്ന് പറഞ്ഞാൽ ആം ആദ്മി വലിയ നേട്ടം തന്നെ ഉണ്ടാക്കും. പഞ്ചാബിലടക്കം അവർ വലിയ രീതിയിൽ തന്നെ മത്സര രംഗത്തുണ്ട്. 13 സീറ്റുള്ള പഞ്ചാബിൽ, ഡൽഹിയിലുമൊക്കെ അവർ മത്സരിക്കുന്നുണ്ട്. അവർക്ക് ആം ആദ്മിക്ക് 5 to 7 സീറ്റ് വരെ ലഭിക്കാം എന്നുള്ളതാണ്. അതായത് ഈ സർവേ ഫലം നമ്മൾ വിശകലനം ചെയ്യുമ്പോൾ, വിലയിരുത്തുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് ഒരു മാസത്തിനകം നമ്മുടെ രാജ്യത്തിൻ്റെ രാഷ്ട്രീയ ട്രെൻഡ് മാറി വരുന്നു. സ്ഥാനാർത്ഥികളുടെ ഒന്നും നിർണ്ണയം പൂർണ്ണമായിട്ടില്ല, ഒരു പാർട്ടിയുടെയും പൂർണ്ണമായി പുറത്തു വന്നിട്ടില്ലെങ്കിൽ പോലും ആദ്യ ജനങ്ങളുടെ മനസ്സിലിരിപ്പ് ഇപ്പോൾ മാറി മറിഞ്ഞ് പുറത്തേക്ക് വരുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയം. ആദ്യത്തെ സർവേകളിലൊക്കെ പ്രതിപക്ഷത്തിന് അല്പം എഡ്ജ് നൽകിയെങ്കിൽ ഇപ്പോൾ ആ പ്രതിപക്ഷത്തിൻ്റെ ആ ഒരു ആത്മവിശ്വാസം തകർക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ മുൻപോട്ട് പോകുന്നത്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.